ഇതിപ്പോൾ നമ്മൾ ഡി എം വിയിൽ ഇങ്ങനെ ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഡി എം വി ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാമല്ലോ ചോദിച്ചാൽ. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇത് പിന്നെ നെഫ്യൂ വെയിറ്റ് ചെയ്യുവാണ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളതിൻ്റെ ഡി എം വി ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സംഭവം വലിയ ഭയങ്കര സംഭവമൊന്നുമില്ല അല്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമാണ് വെയിറ്റിങ്. ഞങ്ങളിങ്ങനെ ഒരു ലൈനിൽ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലൈനിലാണ് അവർ വരുന്നത്. അവരെപ്പം വേണമെങ്കിലും വരാം. ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടല്ലേ, ഡ്രൈവേഴ്സ് ടെസ്റ്റ് റൈറ്റ് ലൈൻ, ഏരിയാസ് റെസ്ട്രിക്റ്റഡ് ടു ഡ്രൈവ് ടെസ്റ്റ് ആപ്ലിക്കൻസ് കണ്ടല്ലേ. എല്ലാം നല്ല ക്ലിയർ കട്ടായിട്ട് മാർക്ക്. ആദ്യം ഞങ്ങളൊന്ന് ഓഫീസിൽ ഉള്ളിൽ പോകണമായിരുന്നു കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഒരു 5 minutes ആയി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ആൾ വരുമായിരിക്കും. പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം പ്രിറ്റി മച്ച് ഒരാൾ വന്നിട്ട് ഇവനെ ഒരു റൗണ്ട് ഓഫ് ടെസ്റ്റിന് കൊണ്ടുപോകും. അതിങ്ങനെ നോർമൽ ഡ്രൈവിംഗ് ആണ്. ഇപ്പോൾ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ റൂൾസൊക്കെ ഇപ്പോൾ ഇവിടെ കണ്ടില്ല, അവർ സ്റ്റോപ്പും സിഗ്നൽസൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്, ബേസിക് ടെസ്റ്റാണ്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ ലൈസൻസ് ഇന്ന് കിട്ടും, അല്ലെങ്കിൽ പിന്നെ അടുത്ത അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ് ജനറലി ഇവിടുത്തെ പരിപാടി. പിന്നെ യു എസിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് അത്ര എക്സ്പെൻസീവ് അല്ല നമ്മുടെ ഈ വേറെ കൺട്രികളിലൊക്കെ പോലെ. ഇപ്പം ചില നമ്മളിപ്പോൾ യു കെയിലും ജർമ്മനിയിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, ദുബായിലൊക്കെ അല്ലേ. ഇവിടെ എനിക്ക് തോന്നുന്നു ഡ്രൈവേഴ്സ് ലൈസൻസിന് ഒരു $30 അങ്ങനെ കണ്ടേ ഉള്ളൂ. നാട്ടിലെയൊക്കെ ഏകദേശം സിമിലർ റേറ്റൊക്കെ തന്നെ ഉള്ളൂ.